ഫ്രണ്ട്സ്, നമ്മുടെ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള NCLൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ സീക്ക് ചെയ്താൽ മുഴുവനായിട്ട് കാണുക. പെർമനൻറ്റ് വേക്കൻസിയാണ്, ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സാലറി, മൊട്ടാനതി അലവൻസ് ഒക്കെ ഉള്ള പോസ്റ്റിനാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ, എങ്ങനെയാണ് അതിൻ്റെ എക്സാം സ്കീം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ A to Z കാര്യങ്ങൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നെന്ന് പറഞ്ഞ് പോകുന്ന വീഡിയോ അല്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മൊബൈലിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് നമ്മൾ ആ തിരിച്ചറിയുക, നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ നമുക്ക് അവർക്ക് അത് അറിയുമെന്നൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല. അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. പക്ഷേ അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെയാണ് അത് ബാധിക്കുക, നിങ്ങളുടെ കരിയറിനാണ് ബാധിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരിക്കലും അവർക്കൊരു നഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കാരണം ചില പുതിയ ആളുകളൊക്കെ ഉണ്ടാകാം, പുതിയ എംപ്ലോയീസ് ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിക്കോണമെന്നില്ല, പരിചയമുള്ളവരായിക്കോണമെന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതിനാണ് ഡീറ്റെയിൽ വീഡിയോ നമ്മളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിലും നമുക്ക് അതിൻ്റേതായുള്ള ബെനിഫിറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും ഷോർട്ട് വീഡിയോ ചെയ്താലാണ് കൂടുതൽ വ്യൂസ് ഒക്കെ ഉണ്ടാകുക. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള വിശദമാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാ വീഡിയോ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചാനലിൽ കയറാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം മറക്കണ്ട. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ വാക്കൻസിനെ അതും കാണിക്കാൻ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ, ഫിറ്ററും ഇലക്ട്രീഷ്യനും അതുപോലെ വെൽഡറുമാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ 2 കാറ്റഗറിയാണ്. നിങ്ങൾക്ക് ബാക്ക്ലോഗ് വാക്കൻസീസ് കാണാം. ദെൻ ബാക്ക്ലോഗ് വാക്കൻസിയും ഇൻക്ലൂഡ് കറണ്ട് വാക്കൻസീസും ആണ്. അതായത് നിങ്ങൾക്ക് ബാക്ക്ലോഗ് വാക്കൻസി എന്ന് പറയുന്നത് മുൻപത്തെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ ഫില്ലാവാത്ത വാക്കൻസിയാണ് ഈ വാക്കൻസികളൊക്കെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിലവിലുള്ള വാക്കൻസിയും പ്ലസ് ചെയ്തിട്ടാണ് ഇവിടെ ടോട്ടൽ വാക്കൻസി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഫിറ്ററിൽ നിങ്ങൾക്ക് കാണാം എക്സ്കവേഷൻ അതിൻ്റെ കേഡറാണ്. ഇതിൽ നിങ്ങൾക്ക് 66 വാക്കൻസി. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലിൽ 29 വാക്കൻസി ഉണ്ട്. അതിൻ്റെ റിസർവ് വാക്കൻസി SC, OBC, AWC ജനറൽ വാക്കൻസി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അതുപോലെ ഇലക്ട്രീഷ്യനിലാണെങ്കിൽ എക്സ്കവേഷനിൽ നിങ്ങൾക്ക് 14 വാക്കൻസിയും, മെക്കാനിക്കലിൽ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലിൽ 81 വാക്കൻസി ഉണ്ട്. ദെൻ അതുപോലെ വെൽഡറിലാണെങ്കിൽ എക്സ്കവേഷൻ മാത്രമേ ഉള്ളൂ, അതിൽ 10 വാക്കൻസിയാണ്. അങ്ങനെ ആകെ മൊത്തം 200 വാക്കൻസിയും. ഇതിൽ തന്നെ നിങ്ങൾക്ക് PW എക്സോയ്സിന് റിസർവ്ഡ് ആയിട്ടുള്ള ഒറിസോണ്ടൽ റിസർവ്ഡ് വാക്കൻസീസ് ഇവിടെ കാണാം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ 16/4 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ടെക്നീഷ്യൻ ഫിറ്ററിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഓക്കെ, അതായത് 10ാം ക്ലാസ് പാസ്സായിരിക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള ഫിറ്റർ ട്രേഡിൽ ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 2 ഇയർ ഡ്യൂറേഷനുള്ള ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രം പോരാ, പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വേണം, 1 ഇയർ ഡ്യൂറേഷനുള്ള അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ്ങും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്രൻറ്റീഷിപ്പും വേണം. അപ്പോൾ നമ്മൾ സാധാരണ അപ്രൻറ്റീഷിപ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ ഉദ്യോഗാർത്ഥികൾ പലരും നെഗറ്റീവായിട്ട് കമൻറ്റൊക്കെ ഇടാറുണ്ട്. നമുക്ക് എന്താണ് ഒരുപാട് വർക്ക് ഉണ്ടാവും, കുറഞ്ഞ സ്റ്റൈപ്പൻഡ് ആണെന്നൊക്കെ. പക്ഷേ ഈ അപ്രൻറ്റീഷിപ്പിൻ്റെ ഒരു ബെനിഫിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. കാരണം നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ഇത് കണ്ടുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്കത് എന്താണ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് കാണാം, അല്ലെങ്കിൽ സീക്ക് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ അപ്രൻറ്റീഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിറങ്ങി ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അത് നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ്, നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, അപ്രൻറ്റീസ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഈ മൂന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം നോട്ടിഫിക്കേഷനിലൊക്കെ പെർമനൻറ്റ് വാക്കൻസിയിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് അത് മാൻഡറ്ററി ആയിട്ട്, അതായത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അപ്രൻറ്റീസ് ചോദിക്കാറുണ്ട്. ഇതുപോലെ പല റിക്രൂട്ട്മെന്റിലും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മൾ എലിജിബിലിറ്റി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അത് നമ്മൾ അപ്രൻറ്റീസ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ ആ ഒരു ഇൻഎലിജിബിൾ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എലിജിബിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പ് വരുത്താം. നമ്മൾ അപ്രൻറ്റീസ് ചെയ്യുക. ഇനി ആരെങ്കിലും ചെയ്യാണ്ടെങ്കിൽ മാക്സിമം അപ്രൻറ്റീസ് ചെയ്യാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോ ഇനി അതല്ല നിങ്ങൾ ഏതും പ്രൈവറ്റ് സെക്ടറിൽ ഏത് നോക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്രൻറ്റീസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സ്കില്ലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു സെക്ടറുമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ
നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ, അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. ഇതുപോലെ ടെക്നീഷ്യൻ ആണ്, ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് 10ാം ക്ലാസ് വേണം, 2 വർഷം ഡ്യൂറേഷനുള്ള IT വേണം ഇലക്ട്രീഷ്യൻ ട്രേഡിൽ, പിന്നെ പ്ലസ് 1 ഇയർ അപ്രന്റീഷിപ്പ് വേണം. ഇനി ടെക്നീഷ്യൻ വെൽഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് വേണം, IT നിങ്ങൾക്ക് വെൽഡർ ട്രേഡിൽ IT വേണം, പ്ലസ് 1 ഇയർ അപ്രന്റീഷിപ്പും വേണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് പീരീഡും അതിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലേക്കും 1 ഇയർ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഈ പറയുന്ന ടെക്നീഷ്യൻ, ഫിറ്റർ ഇങ്ങനെ ഓരോരോ കാറ്റഗറി ഒക്കെ ആയിട്ടാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇയർ ഡ്യൂറേഷനുള്ള ട്രെയിനിങ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് പെർ ഡേ നിങ്ങൾക്ക് 1583 രൂപ 0.32 പെർ ഡേ നിങ്ങൾക്ക് എന്താണ് എമൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ഈ പറയുന്ന നിങ്ങൾ പെർമനൻ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ പെർമനൻ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള ഈ പറയുന്ന സാലറിയും അത് കൂടാതെ DHR തുടങ്ങിയിട്ട് ഒട്ടനവധി അലവൻസും കാര്യങ്ങളും മെഡിക്കൽ ഫെസിലിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു 50,000 അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ആയിട്ട് സാലറി പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് മിനിമം 18 മാക്സിമം 30 ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്കാണ്. ഇതിൻ്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 30 കഴിയാൻ പാടില്ല, മിനിമം 18 പൂർത്തിയായിരിക്കും വേണം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്, OBC NCL ആണെങ്കിൽ. അതുപോലെ PWD കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, എക്സ് സർവീസ്മാൻ ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിലേക്ക് അപേക്ഷ ഫീസ് വലിയൊരു എമൗണ്ട് അപേക്ഷ ഫീസ് വരുന്നുണ്ട്. നമ്മൾ 1000 രൂപ പ്ലസ് GST നിങ്ങൾക്ക് 1180 രൂപ നിങ്ങൾ അപേക്ഷ ഫീസ് അടിക്കണം. അപ്പോൾ ഈ ഒരു എമൗണ്ട് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും ഇതിലേക്ക് അപ്ലൈ ചെയ്യില്ല. അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ എക്സാം സ്കീമും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സിലബസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറ്റും. എനിക്ക് ഒരു നിശ്ചിത ടൈമിൻ്റെ ഉള്ളിൽ ഒരു 3 മാസമൊക്കെ നമുക്ക് ഗ്യാപ്പ് പ്രതീക്ഷിക്കാം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നോക്കണ്ട. മേ ബി ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും എക്സാമൊക്കെ, അതൊക്കെ ഇവർ നിങ്ങളെ മെയിൽ വഴിയൊക്കെ അറിയിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസ് ഒക്കെ കാണുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല, നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു എമൗണ്ട് കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ അപ്ലൈ ചെയ്ത് നിങ്ങളെ ക്യാഷ് കളയണ്ട, പഠിക്കാൻ പറ്റും നോക്കിയിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാം. ചെയ്താൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകൾ ഇതിലേക്ക് വരാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ടാണ് അപേക്ഷാ ഫീ എന്ന് പറയുന്ന ഗണത്തിൽ തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് അപേക്ഷകൾ ഇതിൽ വരില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതോടൊപ്പം തന്നെ SC/ST അതുപോലെ എക്സ് സർവീസ്മാൻ PWD ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ് എന്ന നിലവിൽ വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ നോക്കേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും യാതൊരു ഫീസും വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ മാക്സിമത്തിൽ അപ്ലൈ ചെയ്യുക. ഇനി SC/ST കാൻഡിഡേറ്റ്സിന് എക്സാം എഴുതാൻ പോയാൽ, ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതാൻ പോയാൽ, എക്സാം സെൻറ്ററൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഈ പറയുന്ന ട്രെയിൻ അല്ലെങ്കിൽ ബസ്സിന് എങ്ങനെയാണ് മേടിച്ചാൽ അതിൻ്റെ ടിക്കറ്റ് അത് റീഫണ്ട് ചെയ്യും, എമൗണ്ട് റീഫണ്ട് ചെയ്യും. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അവർക്കുള്ള ഫോം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നിങ്ങൾ പോകേണ്ടി വരും. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100 മാർക്കിനുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 90 മിനിറ്റാണ് ഡ്യൂറേഷൻ വരുന്നത്. അതിന് 2 സെക്ഷനായിട്ട് പറയാം. ഒന്ന് സെക്ഷൻ A, സെക്ഷൻ B. സെക്ഷൻ എയിൽ വരുന്നത് നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് ആണ്. അതായത് നിങ്ങൾക്ക് ഫിറ്റർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വെൽഡർ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ വരിക. അതിൽ നിങ്ങൾക്ക് 70 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ എയിൽ വരിക. ഓക്കെ, ഇനി അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി സെക്ഷൻ ബിയിൽ വരുന്നത് നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ നോളജ്, അതുപോലെ ജനറൽ അവയർനെസ്, അതുപോലെ റീസണിങ്, വെർബൽ ആൻഡ് മെൻ്റൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് 30 മാർക്കിന് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിക്കണം. പ്ലസ് ഈ പറയുന്ന എന്താണ് GK അതുപോലെ ജനറൽ അവയർനെസ്, റീസണിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ 100 മാർക്ക്. ഒരു മാർക്ക് ഒന്ന് ശരിയാക്കിയാൽ 1 മാർക്കാണ്. നിങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയാൽ എന്താണ് പെനൽറ്റി ഒന്നുമില്ല എന്നാണ് പറയുന്നത്. എങ്കിലും നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ച് നോക്കണം. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ടെസ്റ്റ് സിറ്റീസ് ആണ്. ടെസ്റ്റ് സിറ്റീസ് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. എവിടേക്കാണ് നമുക്ക് കേരളത്തിലുണ്ടോ അല്ല പുറത്ത് പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാനുള്ളത് SC/ST കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് നോൺ AC എന്താണ് ആ ഒരു ചാർജ് അവർക്ക് റീഫണ്ട് ആകും. അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആകും. അപ്പോൾ അത് കിട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ കൂടെ ഇതിൻ്റെ എൻഡിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു TA ക്ലെയിം ചെയ്യാനുള്ള ഒരു ഫോം തന്നിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം. അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. അപ്പോൾ ആ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുകയും അതോടൊപ്പം നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിലുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇതിൽ എന്ത് ചെയ്യണം, അവർ അറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ ബസ്സിന് നമ്മൾ എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ ആ ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന എക്സാം എഴുതാൻ പോകുന്ന ആ ടിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഇനി റിട്ടേൺ ടിക്കറ്റ് നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോകോപ്പി നിങ്ങൾ എന്ത് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാം. അത് നിർബന്ധമല്ല, നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് നിങ്ങൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതി കഴിഞ്ഞ
കഴിഞ്ഞതിന് ശേഷം ഇൻവിജിലേറ്ററിൻ്റെ കൈവശം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ ഇപ്പം തന്നെ പറഞ്ഞുതരാം, ഇനി അത് വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് ആ ഫോം, SC/ST കാൻഡിഡേറ്റ്സ് പ്രിൻ്റ് എടുക്കുക. ഇതാണ് TA ക്ലെയിം ഫോം. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ സ്റ്റാർട്ടിങ്, അതായത് എവിടെ നിന്നാണ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഡേറ്റ്, അത് ഏത് വരെയാണ് സ്ഥലം എന്നുള്ളതൊക്കെ അതിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾ അത് ഇൻവാർഡും ഉണ്ട്, അതുപോലെ ഔട്ട്വാർഡ് ഉണ്ട്. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോഴാണ് ഇൻവാർഡ്, ദെൻ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ എക്സാം എഴുതി പോരുമ്പോഴാണ്. അങ്ങനെ ആ ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പിന്നെ റുപ്പീസ് ഒക്കെ എത്ര എമൗണ്ട് ആവും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കണം. ഇതിലേക്കായിരിക്കും എമൗണ്ട് റീഫണ്ട് ആകുക കേട്ടോ. അവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ അക്കൗണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഡിക്ലറേഷൻ ഇതൊക്കെ വായിക്കുക, പേര് ഇതൊക്കെ അടിച്ച്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഒന്നും നിങ്ങളൊന്നും ചെയ്യരുത്, ഇതൊക്കെ ഓഫീസ് യൂസ് ഓൺലി ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫില്ല് ചെയ്യണം. സിഗ്നേച്ചർ, പേര്, ഡേറ്റ് ഒക്കെ എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്ത്, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC/STൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾ ടിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി ഒക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഇൻവിജിലേറ്റർ എടുത്ത് തന്നെയാണ് എക്സാം എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും റീഫണ്ട് കിട്ടും. അതുകൊണ്ട് എക്സാം എഴുതാൻ പോകുന്നതിന് നിങ്ങൾക്ക് യാതൊരുവിധ ചാർജും ഇല്ല. നിങ്ങൾക്ക് എന്താണ് ഇങ്ങോട്ട് എമൗണ്ട് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് മൂന്നാഴ്ചയുടെ ഉള്ളിൽ എടുത്ത് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് കൊണ്ട് നമ്മൾ ചെയ്തത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ നിങ്ങൾ ഏതൊക്കെ പോസ്റ്റാണോ വെച്ചാൽ അതത് സർട്ടിഫിക്കറ്റ്, ITI സർട്ടിഫിക്കറ്റ്, അതുപോലെ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിലും SC/ST PWD ഒക്കെ ആണെങ്കിൽ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. EWS ആണെങ്കിലും സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഏപ്രിൽ 17 മുതൽ നിങ്ങൾക്ക് മെയ് 10 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 10/5/2025 അപ്പോൾ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ കണക്കാക്കുന്നത് ഈ ഡേറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അതാണ് ക്രൂഷ്യൽ ഡേറ്റ്. അതായത് 10/5/2025 ഇതിൻ്റെ ഏജ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് സ്കീം ഓഫ് എക്സാമിനേഷൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ Aയിൽ വരുന്നത് 70 ക്വസ്റ്റ്യൻ ആണ് MCQ. അതിൻ്റെ ടെക്നിക്കൽ നോളജ് ആണ്. അതിൽ നിങ്ങൾക്ക് ഓരോ ട്രേഡ് വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിറ്ററിൻ്റെതാണ്, ഫിറ്ററിൻ്റെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഓക്കെ, അതിനനുസരിച്ച് അടുത്തത് ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യൻ്റെ ആ ഒരു സിലബസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെൽഡറിൻ്റെ സിലബസ് ഇതിൽ തന്നെ ഉണ്ട്. വേറെ എവിടെയും നിങ്ങൾ പോകണ്ട, ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മറ്റു 30 മാർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സെക്ഷൻ Bയിൽ വരുന്നത് GKയും ജനറൽ അവയർനെസ്സും. അപ്പോൾ അതിലെന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ള അതിൻ്റെ ഒരു സ്കീം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് SC/ST കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ ഫോമിൻ്റെ മാതൃകകളാണ്. ഇതേ സെയിം ഫോർമാറ്റ് ആയിരിക്കണം. സെൻട്രൽ ഗവൺമെൻറ് ഇത് OBC കാൻഡിഡേറ്റ്സ് ആണ്. OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തിരക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. ഇനി അടുത്തത് നിങ്ങൾക്കിവിടെ OBC കാൻഡിഡേറ്റ്സ് തന്നെ എന്ത് ചെയ്യണം, ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് പാട് എന്ത് ചെയ്യണം, അവർ കൊണ്ടുപോകണം. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതും പാടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിടുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്കാൻ ചെയ്ത് സിംഗിൾ PDF ആക്കിയാൽ മതി കേട്ടോ. ഈ പറയുന്ന OBC എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നമ്മൾ താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യേണ്ട സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിൽ തിരക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതൃകയാണ് OBC നോൺ ക്രിമിനൽ. അതുകൂടാതെ ഇത് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ വേറെ എവിടെയും പോകണ്ട. ഇതും പാടെ നിങ്ങൾ എടുക്കുക. ഇത് സെൽഫ് ഡിക്ലറേഷനാണ്. നിങ്ങൾ OBC നമ്മൾ ക്രിമിനൽ വിഭാഗത്തിലല്ല, നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. സിഗ്നേച്ചർ ഇത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ EWS കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റും പിന്നെ PWDൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അതിൻ്റെ മാതൃകകൾ ഇതുണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. ഇനി ഇതിൻ്റെ എക്സാം സെൻ്ററാണ്. എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് ഇതാ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് വെച്ചിരുന്നതാ. നിങ്ങൾക്ക് കേരളത്തിലൊന്നുമില്ല, നിങ്ങൾക്ക് ഇതാ പാറ്റ്ന, അവിടെ ജംഷഡ്പൂർ, കൊൽക്കത്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ആയിരിക്കും. ഇവിടെയൊക്കെ പോയിട്ട് എക്സാം എഴുതണം. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇനിയുണ്ട്, വേറെയുണ്ട്. ഓക്കെ, ഇതാ ഇവിടെയൊക്കെ ഇതാ കാണാം. മീററ്റ്, ഡൽഹി, ഓക്കെ, നാഗ്പൂർ, പൂനെ, ഓക്കെ, ഇൻഡോർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ഇങ്ങനെ ഈ മേഖലയൊക്കെ ആയിട്ട് നിങ്ങൾ പോകണം. ഇതൊക്കെയാണ് എക്സാം സെൻ്റർ ഓൺലൈൻ ഫോമിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ 5 പ്രിഫറൻസ് ഉണ്ട്. ഇതിൽ 5 സെൻറ്റർ നമ്മൾ കൊടുക്കണം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. യെസ്, ഇനി നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ GeoCL Agilantൻ്റെ ഹോം പേജിലേക്കാണ് വരിക. ഇനി ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും GeoCL Agilantൽ എന്ന് അടിച്ചു കൊടുത്താൽ ഈ പേജിലേക്ക് വരാനായിട്ട് നമ്മുടെ വെബ്സൈറ്റാണ്. ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സിൽ NCL റിക്രൂട്ട്മെൻറ്റ് എന്ന് കാണാം. ഇനി ഇവിടെ കണ്ടില്ല, നിങ്ങൾക്ക് ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അതിലുണ്ടാവും ഈ പറയുന്ന പുതിയ പോസ്റ്റ് വരുമ്പോൾ താഴോട്ട് പോട്ടോ. അപ്പോൾ നിങ്ങൾ മുകളിൽ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം, NCL എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ NCL റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട്, ഇൻസ്റ്റാ, വാട്സപ്പ് ചാനൽ, ഇതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഓപ്പൺ ആക്കാം.
അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു എന്താണ് ആപ്ലിക്കേഷൻ ഫോമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും അതുപോലെ ക്ലോസിംഗ് ഡേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ടു രജിസ്റ്റർ എന്നുള്ള ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള ഭാഗം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ടു രജിസ്റ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫോം ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ലിങ്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാട്സപ്പിൽ അയച്ചാൽ മതി. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, അതിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഫോം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് പോസ്റ്റാണെന്ന് വെച്ചാൽ പോസ്റ്റൊക്കെ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ ഇതൊക്കെ നിങ്ങൾ കൊടുക്കുക. OTP ഒക്കെ ജനറേറ്റ് ചെയ്ത് മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറൊക്കെ വെരിഫൈ ചെയ്ത് അങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ട് ചെയ്യുക. ഇനി നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ എന്നുള്ളൊരു ബട്ടൺ കാണാൻ, ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾ പറയുന്ന വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ചാർജ് ഉണ്ടായിരിക്കും മന്ത്ലി. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. കാരണം കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം അതിൽ എഡിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്, കുറേ ഇരിക്കണം. അതുകൊണ്ടാണ് ഒരുപാട് പ്രയാസമാണ്. വ്യൂസ് വളരെ കുറവായിരിക്കും. കാരണം ഡിമാൻഡ് ഇല്ലെങ്കിൽ ഇത് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന പലരും ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ട് ചെയ്യാം. ശരിക്കും നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. മെമ്പർഷിപ്പ് എടുക്കാൻ എനിക്ക് തോന്നുന്നു 40 രൂപ അങ്ങനെ എന്തോ ആണ് മിനിമം ചാർജ്. ജോയിൻ ബട്ടൺ നിൽക്കുക, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം. അതിൻ്റെ ബെനിഫിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അക്ഷയയിലോ അല്ലെങ്കിൽ മറ്റേടം പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോമിന് മിനിമം 150 അല്ലെങ്കിൽ 100 രൂപ കൊടുക്കണം. ഒരു 10 ഫോം ചെയ്യണമെങ്കിൽ 1000 രൂപ വേണം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഓരോന്നിൻ്റെയും ഫോമിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ കാര്യങ്ങൾ എല്ലാ പേജും നമ്മളൊരു ഡെമോ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ മെമ്പർഷിപ്പ് എടുത്തവർക്ക് നമ്മളെ ഈ എന്താണ് പേഴ്സണൽ നമ്പറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ പറഞ്ഞുതരും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വെറും മന്ത്ലി എന്താണ് 40 രൂപ 50 രൂപ അങ്ങനെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാം ജോയിൻ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാത്രമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളവർ പിണങ്ങരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ളവർ, അതായത് ഈ ഇത്തരം നോട്ടിഫിക്കേഷനൊക്കെ മറ്റുള്ളവർക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ ഒക്കെ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ മെമ്പർഷിപ്പ് ഓൺലി ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം കോമൺ ആയിട്ട് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഇതിന് തന്നെ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് വീഡിയോ അതായത് എല്ലാവർക്കും വേണ്ടി തന്നെ ചെയ്യും. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ഒരു 10-30 കമൻറ്റ് തന്നെ വന്നാൽ മതി വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.